നമുക്കറിയാം FMCG സെക്ടർ Q3 റിസൾട്ട് വന്നു കഴിഞ്ഞു. Q3 റിസൾട്ട്സ് ആദ്യത്തെ വെടിപൊട്ടിച്ചത് Q2ഉം Q3യും FMCG കമ്പനികളായിരുന്നു. കാരണം അവരുടെ മാർജിൻ, അവരുടെ സെയിൽസ് നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ റൂറൽ ഡിമാൻഡ് കുറഞ്ഞു വരുന്നു എന്നുള്ള പ്രത്യേകത, അതിനുശേഷം അർബൻ ഡിമാൻഡിലും ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. മൊത്തത്തിൽ FMCG സെഗ്മെൻറ്റിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ഡിമാൻഡ് നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവരുടെ മാർജിൻ നേരിടുന്ന പ്രശ്നങ്ങൾ, കമ്മോഡിറ്റി പ്രൈസിലുണ്ടായിരിക്കുന്ന വർധനവ്, ഇതെല്ലാം കൊണ്ട് ഓൾറെഡി FMCG സെക്ടറിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു ഡിഫെൻസീവ് സെക്ടർ എന്ന നിലയിൽ ഇപ്പോഴും ഒരുപാട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് FMCG സെക്ടർ സ്പെസിഫിക് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന Q3 റിസൾട്ടിന് ശേഷം ഇവരുടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസർ, കാരണം പ്രധാനമായിട്ടുള്ള എല്ലാ ഈ പറയുന്ന FMCG കമ്പനികളും അവരുടെ ആഡ് ആൻഡ് പ്രൊമോഷൻ, അതായത് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ വർക്ക്സിന് വേണ്ടിയിട്ട് വലിയ എമൗണ്ട് ചിലവാക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ ആഡ് റവന്യൂ എക്സ്പെൻസസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഇമാമിയാണ്. ഇമാമി നമുക്കറിയാം പല പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളും ഉണ്ടാക്കുന്നതാണ് ഇമാമിക്ക് 23,154 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണുള്ളത്. 1,049 കോടി രൂപയുടെ റവന്യൂ ആണ് Q3യിൽ വന്നത്. അതിൽ ഏകദേശം 16.7%, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 175 കോടി രൂപയാണ് Q3യിൽ അവർ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബജാജ് കൺസ്യൂമർ കെയർ ആണ്. ബജാജ് കൺസ്യൂമർ കെയറിന് 234 കോടി രൂപയുടെ റവന്യൂ ആണ് Q3യിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഏകദേശം 14.6%, അതായത് 34 കോടി 16 ലക്ഷം രൂപയാണ് ബജാജ് കൺസ്യൂമർ ഹെൽത്ത് കെയർ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടായിട്ട് നീക്കിവെച്ചിരിക്കുന്നത്. മൂന്നാമത്തത് ജില്ലറ്റ് ഇന്ത്യ ആണ്. ജില്ലറ്റ് ഇന്ത്യ 25,285 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയാണ്. Q3യിൽ 686 കോടി രൂപയുടെ സെയിൽസാണ് കമ്പനിക്കുണ്ടായത്. അതിൽ 14% എമൗണ്ട് അവർ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ എക്സ്പെൻസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. അതായത് 96 കോടി 72 ലക്ഷം രൂപയാണ് ഇവർ ഈ പറയുന്ന ജില്ലറ്റ് ഇന്ത്യ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടായിട്ട് നീക്കിവെച്ചിരിക്കുന്നത്. മറ്റൊന്ന് കോൾഗേറ്റ് പാമോലീവ് ആണ്. കോൾഗേറ്റ് പാമോലീവ് FMCG സെക്ടറിൽ 1,462 കോടി രൂപയുടെ റവന്യൂ ആണ് Q3യിൽ ഉണ്ടാക്കിയത്. അതിൽ 13.7% അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആഡ് ആൻഡ് പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 200 കോടി രൂപയാണ് കോൾഗേറ്റ് പാമോലീവ് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. മറ്റൊന്ന് പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ ആണ്. പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ ഹൈജീൻ 43,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു കമ്പനിയാണ്. അതിൽ 1,248 കോടി രൂപയുടെ സെയിൽസാണ് Q3യിൽ മാത്രമായിട്ട് കമ്പനി ഉണ്ടാക്കിയത്. അതിൽ 12.7% അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്, അതായത് 158 കോടി രൂപ. അതായത് Q4ലേക്ക് വരുന്ന സമയവും ഇപ്പോൾ അർബൻ ഡിമാൻഡ് കൂടി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ കൂടുതലായിട്ട് Q4ലും വേണമെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി സ്പെൻഡ്